അതിരപ്പള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. പഞ്ചായത്തിലെ 3-ാം വാർഡായ വൈശ്ശേരിയിൽ പത്രിക നൽകിയ പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ പത്രികയാണ് തള്ളിയത്. ഇതോടെ ഡമ്മി സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുരളി ചക്കന്തറയാണ് സ്ഥാനാർത്ഥിയായത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക തള്ളി. വൈശ്ശേരിയിൽ പത്രിക നൽകിയ പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ പത്രികയാണ് തള്ളിയത്. നിലവിൽ പോൾസൺ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ കരാറുകാരനാണെന്ന വിവരം പോൾസൺ പത്രികയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാർ പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകാർക്ക് മത്സരിക്കാൻ സാധിക്കില്ലെന്നാണ് ചട്ടം. ഇത് പ്രകാരമാണ് പത്രിക തള്ളിയത്. കോൺഗ്രസിലെ ഡമ്മി സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മുരളി ചക്കന്തറയാണ് സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയാണ് പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ പത്രിക തള്ളിയതിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. സ്ഥാനാർത്ഥിയാണ് ശ്രീമാൻ KM പോൾസൺ. അതുകൊണ്ട് അതിനകത്ത് സൂക്ഷ്മ പരിശോധന നടത്തി നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഈ ശ്രീമാൻ പോൾസൺ നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നിലവിൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടമാണ്. പക്ഷേ ഈ പത്രികക്കകത്ത് സ്വയം അയാൾ പൂരിപ്പിച്ചിട്ടുള്ളതല്ല, ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായി ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇയാളെ തള്ളിക്കളയുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ആ പത്രിക ആരോ പൂരിപ്പിച്ച് ബോധപൂർവ്വം ഇതിനകത്ത് പൂരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. സ്വയം ആ പത്രികകത്ത് തദ്ദേശ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ട് എന്ന് ആ പത്രികക്കകത്ത് അയാൾ തന്നെ രേഖപ്പെടുത്തിയതായിട്ടാണ് ആ പത്രിക കാണുന്നത്. സ്വമേധ അത്തരം ഒരു പത്രിക ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു പത്രികയല്ല.